ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ ഡൈമയുടെ എപ്പിസോഡ് 14-15 ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ ആ ഒരു ജയജാന്റിക്കാരിലെ ഡീമന്റെ അടുത്ത് നിന്നും ഗോകുവും ഫ്രണ്ട്സും രക്ഷപ്പെടുന്നതാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഇവർ ഇപ്പോൾ സ്പേസ്ഷിപ്പിൽ പോകുന്ന സമയത്ത് ഫാൻസി ഗ്ലോറിയോട് ചോദിക്കും, ഇപ്പോൾ സ്പേസ്ഷിപ്പിന് വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അപ്പോഴേക്കും ഗ്ലോറിയ പറയും, ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇതേ സമയം നമ്മുടെ ഫാൻസിയുടെ ഫാദറിനെ നോക്കിക്കഴിഞ്ഞാൽ ഫാൻസിയുടെ ഫാദറും അവരുടെ ആൾക്കാരും ഗോകുവിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സ്പേസ്ഷിപ്പ് ഒക്കെ സെറ്റ് ആക്കി വെക്കാൻ തുടങ്ങും. അങ്ങനെ അതിനുശേഷം ഇവിടെ നമ്മുടെ കിങ് ഗോമയാണ് കാണിക്കുന്നത്. നമ്മുടെ കിങ് ഗോമ ഡെഗസിനോട് നമ്മുടെ സോൾജേഴ്സ് ഒക്കെ റെഡിയാണോ, അതിരിക്കട്ടെ നമ്മുടെ സ്പെഷ്യൽ ഫോഴ്സ് ഒക്കെ റെഡിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നമ്മുടെ സ്പെഷ്യൽ ഫോഴ്സിനെ കാണിക്കുന്നു. അവരാണെങ്കിൽ അവിടെ ഗോമ വന്നതുപോലും അറിയാതെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരുടെ ഫുഡ് കഴിക്കുമ്പോൾ ശല്യം ചെയ്യുന്ന എന്ന രീതിയിൽ അവർ നോക്കുമ്പോഴായിരിക്കും കിങ് ഗോമയെ ഇവർ കാണുന്നത്. അപ്പോൾ തന്നെ എഴുന്നേറ്റ് ലൈറ്റ്സ് ഒക്കെ ഓണാക്കി പവർ റേഞ്ചേഴ്സിലൊക്കെ കാണുന്നത് പോലെ ഒരു ഇൻട്രോ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു സ്പെഷ്യൽ ഫോഴ്സിലെ ആൾക്കാർ എത്രത്തോളം ശക്തരാണെന്ന് കാണിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായ ലൈറ്റ്സ് ഒക്കെ അവർ വെപ്പൺസ് വെച്ച് ഇല്ലാതാക്കുന്നു. അങ്ങനെ ആ ഒരു സ്പെഷ്യൽ ഫോഴ്സിലെ ക്യാപ്റ്റൻ ഗോമയോട് ആരെ തീർക്കണം, എത്ര പേരെ തീർക്കണം എന്നൊക്കെ പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്നു. അപ്പോൾ ഗോമയും ഡെഗിസും പറയും, പുറത്തു നിന്നും കുറച്ചു പേർ ഇവിടെ വരുന്നുണ്ട്. അവരിപ്പോൾ സെക്കൻഡ് ഡീമൺ തലത്തിലാണ് ഉള്ളത്. നമ്മൾ ഓൾറെഡി വാർപ്പ് സാമയെ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞു. ഇൻ കേസ് അവർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളാണ് അവരെ നോക്കേണ്ടത്. അപ്പോഴേക്കും അവരുടെ ക്യാപ്റ്റൻ ഇവരൊക്കെ ശരിക്കും ആരാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഗോമ പറയും, അവർ കാണാൻ ചെറിയ കുട്ടികളെ പോലെ ആണെങ്കിലും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ മാജിൻ ബൂവിനെ ഡിഫീറ്റ് ചെയ്തു. കൂടാതെ അവർ ഡീമൺ തലത്തിലെത്തി ടെമഗാമിയെ ഡിഫീറ്റ് ചെയ്തു ഡ്രാഗൺ ബോൾസ് കളക്ട് ചെയ്യുകയാണ്. എന്നാൽ ഇതൊക്കെ കേൾക്കുന്ന ആ ഒരു സ്പെഷ്യൽ ഫോഴ്സിലെ ആൾക്കാർ ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഗോക്കും ഫ്രണ്ട്സിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ അവർ യാത്ര ചെയ്ത് ആ ഒരു വാത്സാമയുടെ അടുത്ത് എത്തുന്നു. അങ്ങനെ ഇവർ വാത്സാമയുടെ അടുത്ത് എത്തുമ്പോഴാണ് ഇതിനെന്തോ ഒരു കുഴപ്പമുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ തൊട്ടടുത്ത് എത്തിയപ്പോൾ നമ്മുടെ നെവാനാമയ്ക്കന് കിങ് ഗോമ ഈ ഒരു വാപ്സാമയെ ഷട്ട് ഡൗൺ ചെയ്ത കാര്യം മനസ്സിലാകുന്നു. അങ്ങനെ ഗോക്കും ഫ്രണ്ട്സും ഇത് അറിയുന്നതോടുകൂടി അവരും ഷോക്കാകും. അങ്ങനെ നമ്മുടെ ഗോക്കു ആണെങ്കിൽ വാർസാമയെ ഒന്ന് തട്ടി നോക്കുകയൊക്കെ ചെയ്യും. അപ്പോഴാണ് വെജീറ്റ ഷിന്നിനോട് ചോദിക്കുന്നത്, ഇനി ഫസ്റ്റ് ഡീമണ്ഡലത്തിലേക്ക് പോകാൻ വേറെ വഴിയൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഷിന്നാണെങ്കിൽ ആകെ പോകാനുള്ള ഒരേ ഒരു വഴിയെന്ന് പറയുന്നത് ഇതാണ്. അപ്പോഴാണ് നമ്മുടെ ഗോകു താഴെ സീൽ ചെയ്തിട്ടുള്ള ആ ഒരു വഴി കാണുന്നത്. എന്നാൽ ഗോകു വളരെ ഉയരത്തിലായതുകൊണ്ട് ഗോകു തന്റെ പവർ പോൾ വെച്ച് അത് താഴേക്ക് ഇറക്കി നോക്കുന്നു. ഇത് കണ്ട ഫാൻസി ആണെങ്കിൽ നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗോകു പറയും, ശരിക്കും ആ ഒരു സീൽ അടച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് താഴേക്ക് ഇറക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഗോകുവിന്റെ ആ ഒരു പവർ പോൾ ആ ഒരു ഷീൽഡിൽ തട്ടുകയും അതിൽ നിന്നും കറണ്ട് വന്ന് ഗോകു ഷോക്ക് അടിച്ച് താഴെ വീഴുകയും ചെയ്യുന്നു. ഈ സമയമാണെങ്കിൽ ആ ഒരു നെവ എന്ന് പറഞ്ഞിട്ടുള്ള നാമിക്കൻ പുറത്തു വന്ന് തന്റെ മാജിക് പവേഴ്സ് ഒക്കെ വെച്ച് ആ ഒരു ഫസ്റ്റ് ഡീമണ്ഡലത്തിന്റെയും അതുപോലെ തേർഡ് ഡീമണ്ഡലത്തിന്റെയും പോകാനുള്ള ആ ഒരു ഷീൽഡ് ഇവിടെ ഓപ്പൺ ആക്കി കൊടുക്കും. ഇത് കാണുന്ന എല്ലാവരും തന്നെ ഞെട്ടുന്നുണ്ട്. അതിന്റെ ശബ്ദം കേട്ടാണെങ്കിൽ നമ്മുടെ താഴെ വീഴുന്ന ഗോകു ഞെട്ടി എഴുന്നേറ്റ് സ്പേസ്ഷിപ്പിലേക്ക് തിരിച്ചു വരുന്നുമുണ്ട്. അങ്ങനെ ഈ സമയമാണ് നമ്മുടെ പിക്കലോ നെവയോട് ചോദിക്കുന്നത്, നിങ്ങൾ തന്നെയല്ലേ ഈ ഒരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്തത്? അപ്പോഴേക്കും നെവ പറയും, ഞാൻ തന്നെയാണ് പണ്ട് ഈ ഒരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്തത് എന്നും പറയുന്നു. അപ്പോൾ ഫാൻസി ഇത് എന്തിനാണ് ക്രിയേറ്റ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോഴാണ് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഇവിടെ കാണിക്കുന്നത്. അതായത് പണ്ട് നാമക്കൻസ് ഒക്കെ ഉണ്ടായിരുന്നത് ഈ ഒരു സെക്കൻഡ് ഡീമണ്ഡലത്തിലാണ്. എന്നാൽ ഫസ്റ്റ് ഡീമണ്ഡലത്തിൽ നിന്നും തേർഡ് ഡീമണ്ഡലത്തിൽ നിന്നും പല ഡീമൺസും ഇവിടെ വന്ന് ഈ നാമക്കൻസിനെ എപ്പോഴും ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നെവ എന്ന് പറഞ്ഞിട്ടുള്ള നാമക്കൻ ഈ ഒരു വഴി സീൽ ചെയ്ത് വെച്ചത്. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ പിക്കലോ പറയും, ഒരു ലെജൻഡറി നാമക്കനെ കൊണ്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ നെവ ഇവിടെ ജസ്റ്റ് ചിരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ ഒരു നെവ എന്ന് പറഞ്ഞിട്ടുള്ള നാമക്കൻ ചില്ലറക്കാരനൊന്നും അല്ല. അങ്ങനെ അതിനുശേഷം എല്ലാവരും സ്പേസ്ഷിപ്പിൽ കയറി ആ ഒരു ഗേറ്റ് വഴി ഫസ്റ്റ് ഡീമണ്ഡലത്തിലേക്ക് പോകുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു വഴിയിൽ ഷീൽഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സെക്കൻഡ് ഡീമണ്ഡലത്തിൽ നിന്നും കാറ്റ് ഫസ്റ്റ് ഡീമണ്ഡലത്തിലേക്ക് വരാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ ഈ ഒരു കാറ്റിന്റെ ശബ്ദം കേട്ട് ഡെഗസുന് എന്തോ ഒന്ന് തോന്നും. എന്നാൽ ഇത് നമ്മുടെ ഗോമയെ അറിയിക്കുന്ന സമയത്ത് ഗോമയാണെങ്കിൽ അത് വലിയ കാര്യമായിട്ട് എടുക്കുന്നുമില്ല. അതിനുശേഷം ഇവിടെ ഗോകുവിന്റെ സ്പേസ്ഷിപ്പാണ് കാണിക്കുന്നത്. ഇവർ പോകുന്ന വഴി നല്ല രീതിയിൽ കാറ്റ് വീശുന്നത് കൊണ്ട് തന്നെ ഗ്ലോറിയൊക്കെ ആ ഒരു സ്പേസ്ഷിപ്പ് കറക്റ്റായി ഓടിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം സ്പേസ്ഷിപ്പ് വളരെ വേഗത്തിലാണ് പോകുന്നത്. ഈ ഒരു വേഗത്തിൽ ഫസ്റ്റ് ഡീമണ്ഡലത്തിൽ എത്തിക്കഴിഞ്ഞാൽ സ്പേസ്ഷിപ്പ് കറക്റ്റായി കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലായി നമ്മുടെ ഗോകും ഫ്രണ്ട്സും ഫസ്റ്റ് ഡീമണ്ഡലത്തിന് എത്തുന്നതിന് മുൻപ് തന്നെ ആ ഒരു സ്പേസ്ഷിപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയമാണെങ്കിൽ അവിടെ ഉണ്ടായ സോൾജേഴ്സ് ആ ഒരു ഷീൽഡ് അവിടെ നിന്നും പോയതും ഗോകും ഫ്രണ്ട്സും ഈ ഒരു ഫസ്റ്റ് ഡീമണ്ഡലത്തിൽ എത്തിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡെഗിസുവിനെ അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഗോമയുടെ സോൾജേഴ്സ് എല്ലാവരും ഗോകും ഫ്രണ്ട്സിനെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. ഈ സമയം നമ്മുടെ ഗോകും ഫ്രണ്ട്സ് ആണെങ്കിലും വേഗം പറന്നുപോയി ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒളിക്കുന്നു. അങ്ങനെ ഗോകു ആണെങ്കിൽ ഇവരെ എതിർത്ത് നിൽക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവരുടെ ഒരു വെപ്പൺ വെച്ച് ഒരു അറ്റാക്ക് നമ്മുടെ ഗോകുവിന് കൊള്ളുന്നു. ഈ സമയം നമ്മുടെ ഗോകു ആണെങ്കിൽ ഷോക്ക് അടിച്ച് തെറിച്ച് വീഴുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം പിന്നെയും നമ്മുടെ ഗോകു ഗോമയുടെ ആർമിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഇത്
കാണുന്ന നമ്മുടെ പിക്കലിയും വെജീറ്റയും ഇനി നമുക്കും ഫൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവരും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ വെജീറ്റയെ നോക്കിക്കഴിഞ്ഞാൽ വെജീറ്റ ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ വെജീറ്റയും ഷോക്ക് അടിച്ച് താഴെ വീഴുന്നുണ്ട്. ഈ ഒരു സമയം നമ്മുടെ ഗോകുവിന്റെ കയ്യിലുണ്ടായ ആ ഒരു ബഗ്സ് എടുത്ത് വെജീറ്റ പിന്നെയും റീകവർ ആകുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഗോമയെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഫൈറ്റ്സ് ഒക്കെ ഒരു വലിയ സ്ക്രീനിൽ കാണുന്നുണ്ടാകും. അപ്പോഴാണ് ഗോമ ഹൈബീസിന്റെ അരയിൽ കെട്ടിയ ആ ഒരു ബെൽറ്റ് നോക്കുന്നത്. ആ ഒരു ഹൈബീസിന്റെ ബെൽറ്റിലുള്ള ആ ഒരു കണ്ണ് പോലെയുള്ള സാധനമില്ലേ, അതാണ് യഥാർത്ഥത്തിൽ തേർഡ് ഐ. അതായത് നമ്മൾ സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കിങ് ഗോമ എർത്തിൽ വന്ന് ഷെൻറോണിനോട് വിഷ് ചോദിക്കുന്ന സമയത്ത് രണ്ടാമത്തെ ആഗ്രഹമായിട്ട് ആ ഒരു തേർഡ് ഐ വേണമെന്ന് പറഞ്ഞില്ലേ, ആ ഒരു സാധനമാണ് നമ്മുടെ ഹൈബീസിന്റെ കയ്യിലുള്ളത്. എന്നാൽ ഇതേ സമയം നമ്മുടെ ഗോക്കും ഫ്രണ്ട്സിനെയും നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം അവിടെ ഉണ്ടായ ആ ഒരു ആർമിയിലെ ആൾക്കാരൊക്കെ അടിച്ചോടിച്ചു. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഗ്ലോറിയോ ഇനി ടെമഗാമിയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ എല്ലാവരും പറന്ന് ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ഈ സമയം നമ്മുടെ ഗോമയാണെങ്കിൽ ആ ഒരു തേർഡ് ഐ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. എന്നിട്ട് പറയും, ഞാൻ ഈ ഒരു കണ്ണ് ഒരുപാട് നാൾ മുൻപ് കണ്ടിരുന്നു. സുപ്രീം ഡീമൺ കിങ് ആയിട്ടുള്ള ആബുറയുടെ നെറ്റിയിൽ ഇതുണ്ടായിരുന്നു. ഇത് കാണാനും ഏകദേശം അതുപോലെ തന്നെയാണ് ഉള്ളത്. ഡെഗിസു, നീ ആരും കാണാതെ ആ ഒരു തേർഡ് ഐ എടുത്തു കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ഡെഗിസുവിനോട് പറയുന്നു. അതായത് ഈ ഒരു തേർഡ് ഐ എന്ന് പറയുന്നത് ആദ്യത്തെ സുപ്രീം ഡീമൺ കിങ്ങിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. അത് തുടർന്ന് പിന്നീട് ഓരോ ഡീമൺ കിങ് ഉണ്ടായ സമയത്തും അവരുടെ കയ്യിൽ മാറി മാറി വന്നു. ആ ഒരു തേർഡ് ഐ നമ്മുടെ നെറ്റിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം പവർഫുൾ ആകും. വേറെ ലെവലിൽ മാജിക് പവേഴ്സ് ഒക്കെ യൂസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് ഐ എങ്ങനെയാണ് ഇവിടെ നിന്ന് കാണാതെ പോയത് എന്നും ചെറുതായിട്ട് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഡീമൺ കിങ് ആയ ആബുറ ഇല്ലാത്ത സമയത്ത് നമ്മുടെ ഡാബുറ ഒരു ചെറിയ ഡീമണെ അത് മോഷ്ടിച്ച് കൊണ്ടുവരാൻ വേണ്ടി പറയും. അങ്ങനെ അവനാണെങ്കിൽ ആ ഒരു തേർഡ് ഐ ആരും കാണാതെ എടുത്ത് തേർഡ് ഡീമൺ റലത്തിൽ എത്തുന്നു. എന്നാൽ അവിടെ ഉണ്ടായ ചില ഡീമൺസ് ആ ഒരു മോഷ്ടിച്ചു കൊണ്ടുവന്ന ആ ഒരു ഡീമണെ അടിച്ചിട്ട് ആ ഒരു തേർഡ് ഐയും കാണാതെ പോകുന്നു. അങ്ങനെ ഒരുപാട് നാളിന് ശേഷം നമ്മുടെ ഹൈബീസ് വേട്ടയ്ക്ക് പോകുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു തേർഡ് ഐ കാണുന്നത്. എന്നാൽ നമ്മുടെ ഹൈബീസിനും ഇത് കാര്യമായിട്ട് അങ്ങ് മനസ്സിലാക്കില്ല. ഹൈബീസ് ഇത് കാണാൻ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞ് അത് തന്റെ ബെൽറ്റിൽ ഫിറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അതിനുശേഷം ഇവിടെ നമ്മുടെ ഗോക്കും ഫ്രണ്ട്സിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഗോക്കും ഫ്രണ്ട്സും ടെമഗാമയുടെ അടുത്ത് എത്തുമ്പോഴേക്കും പിന്നെയും ഗോമയുടെ ആർമി ഇവിടെ വന്ന് ഗോക്കുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴേക്കും പിന്നെയും നമ്മുടെ ഗോക്കും ഫ്രണ്ട്സും എല്ലാവരും ഓരോ സ്ഥലത്തായി ഒളിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ഈ സമയം നമ്മുടെ ഹൈബീസും ഒരു സ്ഥലത്ത് പോയി ഒളിച്ച സമയം ഹൈബീസിന്റെ അടുത്തായി ഒരു പെണ്ണ് അവിടെ വരുന്നു. ആ ഒരു പെണ്ണ് വന്ന് ഹൈബീസിനോട് പറയും, നിന്റെ ആ ഒരു ബെൽറ്റ് കാണാൻ അടിപൊളിയായിട്ടാണ് ഉള്ളത്. അത് നീ എനിക്ക് തന്നു കഴിഞ്ഞാൽ നിനക്കൊരു കിസ് തരാമെന്നും പറയുന്നു. എന്നാൽ ഹൈബീസ് തിരിച്ചു പറയുന്നതാണെങ്കിൽ, നിന്റെ കിസ്സൊന്നും എനിക്ക് വേണ്ട, നിന്റെ തലയിലുള്ള ആ ഒരു തൊപ്പി തന്നാൽ ഞാൻ ഈ ബെൽറ്റ് തരാമെന്ന് പറഞ്ഞ് ആ ഒരു പെണ്ണാണെങ്കിൽ ഹൈബീസിന്റെ കയ്യിൽ നിന്നും ആ ഒരു തേർഡ് ഐയുള്ള ആ ഒരു ബെൽറ്റും അങ്ങനെ തന്നെ എടുക്കുന്നു. ഈ ഒരു സമയം ഒളിച്ചിരിക്കുന്ന ഗോക്കും വെജിറ്റയും പിക്കലയും വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് ഗോമയുടെ ആർമിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. നേരത്തെ ഗോക്കും ഫ്രണ്ട്സും ഫൈറ്റ് ചെയ്തതിനേക്കാൾ ഒരുപാട് ആർമിയുടെ കൂടെയാണ് ഇപ്പോൾ ഇവർ ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗോമയുടെ ആർമിയിലുള്ള വലിയ 3 ടാങ്കർ ഇവിടെ വന്ന് അതിന്റെ ഒരു അറ്റാക്കിൽ തന്നെ ഗോക്കും വെജിറ്റയും പിക്കലോയും 3 പേരും ഷോക്ക് അടിച്ച് താഴെ വീഴുന്നു. ഇനിയിപ്പോൾ ഇവർക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായ ആ ഒരു ടൈമിലാണ് നമ്മുടെ പാൻസിയുടെ ഫാദറും അവരുടെ ട്രൂപ്സും ഇവിടെ വന്ന് ഗോകുവിനെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് ഒരുവിധം ആ ഒരു ആർമിയെ മുഴുവനായും ഡിഫീറ്റ് ചെയ്യുന്നു. അതോടുകൂടി ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.